സ്വാമിജി, ഒരുക്കങ്ങൾ പൂർണ്ണമാണെന്നറിയാം. അമ്മ ഇപ്പോൾ എത്തും. അതിനു മുൻപ് നമസ്കാരം. നമ്മൾ എങ്ങനെയാണോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് തീരുമാനിച്ചത് അതുപോലൊക്കെ ഇതുവരെ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ അമ്മയുടെ പാദപൂജ, അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മയുടെ തിരുനാൾ സന്ദേശം കഴിഞ്ഞ് നമ്മൾ കുറച്ച് ധ്യാനം എല്ലാവരെ കൊണ്ടും പരിശീലിപ്പിക്കുമായിരിക്കും. അത് കഴിഞ്ഞ് ചിലപ്പോൾ ഒരു ഭജന പാടിക്കഴിഞ്ഞാൽ പിന്നെ ഈ മറ്റേ പൊതുപരിപാടി തുടങ്ങും. അപ്പോൾ അതിനൊരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഒരു 11:30 നമ്മൾ വെച്ചിട്ടുണ്ട്. 11:30 മണി. അപ്പോൾ ബാക്കി പരിപാടികളൊക്കെ അതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് കൂടാതെ ഇപ്പം നമ്മൾ ഈ ശൗചാലയങ്ങൾ പണിഞ്ഞു കൊടുക്കുന്ന അത് വളരെ അവസാന നിമിഷത്തിലാണ് അമ്മ പറഞ്ഞത്. 3 സ്റ്റേറ്റുകളിലായിട്ട്, കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും ഒരു 6000 ശൗചാലയങ്ങൾ പണിയുന്ന. ബാക്കി അങ്ങനെ പ്രത്യേകിച്ച് ഒരുക്കങ്ങളെക്കുറിച്ചൊന്നും പറയാനില്ല. ഇന്നിപ്പോൾ അമ്മയുടെ 72ാം പിറന്നാളാണ്. അമ്മയുടെ പ്രഥമ ശിഷ്യൻ എന്ന നിലയ്ക്ക് ഈ 72ാം പിറന്നാളിന് നിറവിൽ അമ്മ നിൽക്കുമ്പോൾ എന്താണ് പറയാനുള്ളത്? എന്ത് പറയാനാണ്? നമുക്ക് ഈ ഒരു വസ്തുവിനെ കുറിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം, വിശദീകരിക്കാം. ഒരു വീടിനെ കുറിച്ച് പറയാം, അല്ലെങ്കിൽ ഒരു കാറിനെ കുറിച്ച് പറയാം, അല്ലെങ്കിൽ ഒരു ടെലിവിഷൻ ചാനലിനെ കുറിച്ചോ ഒക്കെ അഭിപ്രായങ്ങൾ പറയാം, അല്ലെങ്കിൽ ഇനിയിപ്പോൾ സയൻസിനെ കുറിച്ചൊക്കെ പറയാം. പക്ഷേ അതിനൊക്കെ അതീതമായിരിക്കുന്ന ഈ മഹാപുരുഷന്മാരെ കുറിച്ച് പറയുക അത്ര എളുപ്പമല്ല. ഒന്നാമത് അവരൊക്കെ ഈ നിമിഷം മാത്രമേ ഉള്ളൂ. അവർക്കൊരൊറ്റ ടെൻസേ ഉള്ളൂ. ഇപ്പം നമുക്ക് ഭൂതം, വർത്തമാനം, ഭാവി, ഇങ്ങനെ 3 ടെൻസ് ഉണ്ട്. അവർക്ക് വർത്തമാനം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ശ്രീകൃഷ്ണനായാലും നമ്മുടെ പഴയ ഋഷീശ്വരന്മാരാണെങ്കിലും മറ്റ് എല്ലാ നമ്മുടെ ഗുരുപരമ്പരയിൽപ്പെടുന്ന മഹാപുരുഷന്മാരെല്ലാം ഇപ്പോൾ ഈ നിമിഷം ഇവിടെയാണ്. അപ്പം ഭഗവത്ഗീത തന്നെ ആ ഒരു നിമിഷത്തിലൊരു ക്രൈസിസ് വന്നപ്പം അർജുനൻ തളർന്നുപോയി. അപ്പം തളർന്നു പോയത് എന്തുകൊണ്ടാണ്? ഭൂതകാലത്തിനോടുള്ള ഒരു മമതയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികളും ഗുരുക്കന്മാരും ആചാര്യന്മാരും ഒക്കെ നിൽക്കുന്നു. അവരുമായിട്ടൊക്കെ യുദ്ധം ചെയ്യണമല്ലോ, അവരെയൊക്കെ വധിക്കേണ്ടി വരുമല്ലോ എന്നൊരു ഭീതി. അത് ഭൂതകാലമാണ്. പിന്നെ ഭാവിയിൽ എന്തൊക്കെ സംഭവിക്കും, ജയിക്കുമോ തോക്കുമോ? അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരാധി എല്ലാവരും നയിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അങ്ങനെ ഈ രണ്ടിൻ്റെയും മധ്യത്തിൽ ഈ വർത്തമാനം, അതായത് ആ നിമിഷം സാൻഡ്വിച്ച്ഡായിപ്പോയി. സാൻഡ്വിച്ച് നമ്മൾ പറയല്ലേ, 2 കഷ്ണം ബ്രെഡ് വെച്ചിട്ട് 2 നടുക്ക് മറ്റേ ഈ വെജിറ്റബിൾസ് എല്ലാം അങ്ങോട്ട് വെക്കുമല്ലോ, ആ വിധത്തിലൊരവസ്ഥ അങ്ങനെ ആയിപ്പോയി. അപ്പം അവിടെ വേണ്ടത് കർമ്മമാണ്, അല്ലാതെ ഒളിച്ചോട്ടമല്ല. ഒളിച്ചോട്ടം ഒരു രംഗത്തും പാടില്ല. 2 കാര്യങ്ങൾ ഞാനിന്ന് സത്സംഗത്തിൽ പറഞ്ഞു. 2 കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ ഒരിക്കലും കർമ്മം ഉപേക്ഷിക്കാൻ പാടില്ല. അതേസമയം തന്നെ ഭൂതകാലത്തിനെ ഇങ്ങനെ നിരന്തരം വായിച്ചുകൊണ്ടിരിക്കണം. ആവശ്യമുള്ളപ്പോൾ മാത്രം പോയി അവിടെ നിന്നുള്ള എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ പഠിക്കാം. ഇപ്പോൾ നമ്മുടെ വീട്ടിലെ സ്റ്റോർ റൂം അല്ലെ പിന്നെ നമ്മൾ ഈ സാധനങ്ങൾ, പച്ചക്കറിയൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലം ഉണ്ടാവും. അത് നമ്മുടെ കിടപ്പുമുറിയല്ലല്ലോ. നമ്മൾ അവിടെ പോയിട്ട് അവിടെ നിന്നുള്ള വേണ്ട സാധനങ്ങൾ എടുത്തിട്ട് പുറത്തേക്ക് വരും. അതുപോലെ അപ്പം അമ്മയും ആ വിധത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സാധാരണ പത്രക്കാരൊക്കെ ചോദിക്കാറുണ്ട്, അമ്മ എങ്ങനെ ഇത്ര വലിയ പദ്ധതികളൊക്കെ തയ്യാറാക്കുന്നു? അങ്ങനെ ചിന്തിക്കാറില്ല. അമ്മയ്ക്ക് ഈ നിമിഷം ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു അത് ആണ് പ്രധാനം. ശരി, വളരെ സന്തോഷം. ഞങ്ങൾ ഇതൊരു സൗഭാഗ്യമായി കാണുന്നുണ്ട്. കാര്യം സ്വാമി അമൃതാനന്ദപുരിയാണ് നമുക്കൊപ്പം ചേർന്നത്.